നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ, ഇന്ത്യ മഹാരാജ്യം അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വളരെ സത്യസന്ധമായും മാന്യമായും ദീർഘവീക്ഷണത്തോടെയും ഏക മനസ്സോടെയും പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്നത്തെ ഭരണകൂടത്തെ ഭീകരതയും ഭരണകൂട തെറ്റുകൾക്ക് തിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ BJP ഒഴിച്ചുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിലെ വലിയ നേതാക്കളെ കുറിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. പാറ്റ സമരമൊക്കെ അറിയാമല്ലോ. പാറ്റ സമരം എങ്ങനെ വിജയിച്ചു, എത്ര ദിവസം എടുത്തു. അതുപോലെ പരസ്യമായിട്ട് രാജ്യദ്രോഹ കുറ്റമല്ല പറയുന്നത്, രാജ്യത്തെ നശിപ്പിക്കാനില്ല, പരസ്യമായിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ പ്രതികരിക്കണം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിയാകുമ്പോൾ അവന് പ്രതികരണശേഷി വേണം. പ്രതികരണശേഷി വേണമെങ്കിൽ അതിന് തിരിച്ചറിവ്, ബോധവൽക്കരണമാണ്. ആ ബോധവൽക്കരണം ചെയ്യുന്നതിൻ്റെ അപാകതയോ പോരായികയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് പറ്റിയ കുഴപ്പം. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടും ശശി തരൂരിനെ കുറിച്ച് പറയേണ്ടി വരുന്നു. ഒന്നുമില്ലാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു എന്നൊരു യോഗ്യത വെച്ച്, സാമാന്യം ഇംഗ്ലീഷ് ഭാഷയിൽ ലോക പരിജ്ഞാനമുണ്ട് എന്നുള്ള ഇത് വെച്ച് ഈ രാഹുൽ കോൺഗ്രസും സോണിയ കോൺഗ്രസും അന്തോണി കോൺഗ്രസും ഒക്കെ കത്തോലിക്ക കോൺഗ്രസ് അദ്ദേഹത്തെ കൊണ്ട് ഏറ്റവും വലിയ സ്ഥാനത്ത് 4 വർഷം തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ചു. അവിടെ മുസ്ലിം ഉൾപ്പെടെയുള്ള പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘപരിവാർ വരാതിരിക്കാൻ വേണ്ടി CPM-ന് അവരെ എതിർക്കാൻ പറ്റാത്തവരിൽ കോൺഗ്രസ് വോട്ടിൽ ജയിച്ചാണ്. അപ്പോൾ അതിനുശേഷം പുള്ളി അവകാശമായി കാണുന്നു, അധികാരമായി കാണുന്നു. അതൊരു ഔദാര്യമാണ് സാർ. അധികാരമല്ല, അവകാശമല്ല, ഔദാര്യമാണ്. ജനങ്ങൾ നൽകിയ ഔദാര്യമാണ്. ഞാൻ പറയാൻ കാരണം, അങ്ങേക്ക് ഒന്നുകിൽ ഇന്നത്തെ അവസ്ഥയിൽ പ്രതിപക്ഷത്തോട് യോജിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോകാൻ, എന്നിട്ട് BJP ചേരുവോ മോഡിയെ കൂടെ ചേരുവോ ചെയ്യുക. അത് നിങ്ങളുടെ അവകാശം, നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങൾ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോദിയെ പുകഴ്ത്തി പോയാൽ എങ്ങനെയാണോ പിന്നെ ഈ BJP എന്ന മാടെ താഴെ വെക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, സവർണ വിഭാഗത്തിൽപ്പെട്ടതിൽ 90% പേരും സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അവർക്കതൊരു വികാരമാണ്, വികാരമാണ്. അതുകൊണ്ട് രഹസ്യമായിട്ട് പരസ്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം മോഹൻലാൽ പോലും RSSന് ലവി കൊടുക്കുന്ന ആളാണ്. അതിനകത്ത് മോഹൻലാൽ RSS ആയെന്നല്ല പറയുന്നത്, അത് അവരുടെ അങ്ങനെ ആ ഒരു വികാരമാണത്. ആ കൂടുതൽ ശശി തരൂരും ഉണ്ടാവും, KC വേണുവും ഉണ്ടാവും, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾ കോൺഗ്രസ് നിൽക്കുകയും പ്രതിപക്ഷ പാർട്ടികൾ നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആത്മാർത്ഥമായിട്ട് ആ പ്രസ്ഥാനം വിജയിക്കാനും ഭരണത്തിൽ കയറാൻ നോക്കണം. അത് ഏറ്റവും വലിയ തകരാറ് അല്ലെങ്കിൽ തടസ്സം എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്, മുസ്ലിം ലീഗ് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നില്ല, മുഖ്യമന്ത്രി ആവില്ല. ഒരു APC പ്രസിഡന്റ് മുസ്ലിം ആകാൻ അവർ സമ്മതിക്കുകയില്ല. അതുപോലെയാണ് രാഹുൽ ഗാന്ധി ഉടനെ നിന്നും പ്രധാനമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയില്ല. അതിവിദൂരമായിട്ട് പോലും പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയില്ല. അതാണ് സൈക്കോളജി പറയുന്നത്. കാര്യം രാഹുലിനെ അന്ധമായിട്ട് അനുകൂലിക്കുന്നവരുണ്ട്, ഒരുപടി ആൾക്കാരില്ലെന്നല്ല. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ BJP താഴെ ഇറക്കി കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്ന് രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ത്യാഗം, റിസ്ക് എടുക്കണം. അതും മനസ്സിലാകുന്നില്ല. ഈ അന്ധമായ 4 കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷായും പിന്നെ ഗ്രൂപ്പും ഇത്രയും ആധികാരികമായിട്ടും ഇത്രയും ശക്തമായിട്ടും ഇങ്ങനെ പറയുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്ന കാര്യത്തിൽ മൊയ്തീൻ ഷാ ഗ്രൂപ്പ് യാതൊരു ഇഷ്ടക്കുറവില്ല. അത് അർഹതയുണ്ട്. പക്ഷെ അർഹത മാറ്റം പോലെ സാധ്യത വേണ്ടേ? അർഹതയുള്ള എല്ലാവർക്കും സാധ്യത ഉണ്ടാവോ? പിന്നെ കിട്ടുമോ?
പലർക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹത്തിൽ അർഹതയുണ്ട്. പക്ഷേ അതൊന്നും ചിലപ്പോഴൊന്നുമില്ല. ഈ BJPയുടെ അല്ലെങ്കിൽ സംഘ് പരിവാർ ഇത്രയും ആഴത്തിലുള്ള, ഇത്രയും വളരെ ക്രൂക്കഡ് മൈൻഡ്, സങ്കുചിത മനോഭാവം, വളരെ തീവ്രമായ സ്വഭാവം, മനുഷ്യരെ ഭിന്നിപ്പിക്കുക, അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവർ എതിർക്കാൻ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ എന്താ വേണ്ടത്? BJP ഒഴിച്ചുള്ള സകല പച്ചമലയാളി അണ്ടനും അടകോടണം, മുള്ളു മുരിക്ക് മുതൽ കാഞ്ഞിരം മുതൽ എന്ന് കല്ല് കാഞ്ഞിരം എന്നാണ് CHന്റെ ശൈലിയുണ്ട്. മുള്ളു മുരിക്ക് മൂർഖൻ മുതൽ കല്ല് കരട് കാഞ്ഞിരം വരെ ഒരുമിച്ച് നിൽക്കണമെന്ന്. അങ്ങനെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമോ ഒരു കഴിവോ തൻ്റെയിടവോ പ്രതിപക്ഷ പാർട്ടിയുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ നേതാവ് നിലയിൽ പിന്നെ ഈ ശശി തരൂരിനോ പിന്നെ രാഹുൽ ഗാന്ധിക്കോ സാധിക്കുന്നില്ല. അവർക്കത് ചിന്തിക്കുന്നില്ല, അവർക്ക് അത് അറിയാൻ പാടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഖമില്ലാത്ത, തെറ്റെന്തുമാകട്ടെ അല്ലെങ്കിൽ എന്തുപോലെ ഒരു മുഖമില്ലാത്ത, ഒരു ലെറ്റർ പാഡ് പോലും ഇല്ലാത്ത നമ്മുടെ പാറ്റ ഗ്രൂപ്പ്, പാറ്റ പാർട്ടി, ക്രോക്കച്ച് ജനതാ പാർട്ടി, CJP, മറ്റ് BJP ആണ്, CJP ആണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ മുട്ടുകുത്തിച്ചല്ലേ ഭരണകൂടത്തെ. നിങ്ങൾ എത്ര വർഷമായിട്ട് പ്രതിപക്ഷത്തിന് തോന്നിയിട്ട് എന്തെങ്കിലും BJPയുടെ പ്രവർത്തനം തടയാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ടീമിന് സാധിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സാധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? അവിടെയൊക്കെ പ്രവൃത്തി എത്ര ആത്മാർത്ഥമായിട്ടല്ല, അല്ലെങ്കിൽ എന്ത് പോരായ്കയുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഞാൻ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ് സംഘ് പരിവാറിനോട് അനുഭവം കാണിച്ചല്ലെങ്കിലും അല്പം മൃദുത്വം കാണിച്ച, അല്ലെങ്കിൽ അയോധ്യയിൽ ബാബരി മസ്ജിദ് കൊണ്ടുവച്ച വിഗ്രഹത്തെ എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ പോരാ, അത് മാറ്റിക്കൊണ്ടിരുന്നത്, അത് മാറ്റിച്ചില്ല. അതുകൊണ്ട് ആത്മാർത്ഥ ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം RS ആണെന്നല്ല, അദ്ദേഹം ശങ്കേഷ് വീക്കിലി കേട്ടില്ല. ശങ്കേഷ് വീക്കിലി ആർട്ടിൽ ഏറ്റവും ഫേമസ് വീക്കിലാണ് ഇന്ത്യയിൽ. ശങ്കർ ആർട്ടിസ്റ്റ് ഈ അദ്ദേഹത്തോട് പറഞ്ഞറിയോ, എന്നെക്കുറിച്ച് പോലും നിങ്ങൾ വിമർശിക്കണം, നിങ്ങളുടെ യുക്തിയായി ചെയ്യാൻ പ്രവർത്തിക്കണം. അതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കടമയും കഴിവും തൻ്റെയുടെ ഉത്തരവാദിത്വവും മഹത്വവും. ഇന്നത്തെ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കരിങ്കുടി കാണിച്ചതിൻ്റെ പേരിൽ ഹെൽമെറ്റ് അടിച്ച് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കി. ഇന്നത്തെ പ്രധാനമന്ത്രി വിദ്യാഭ്യാസം ചോദിക്കാൻ പാടില്ല, സംസ്കാരം ചോദിക്കാൻ പാടില്ല, വീട്ടുകാർക്ക് ചോദിക്കാൻ പാടില്ല, ഒരക്ഷ എതിര് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ നേതാവ് നെഹ്റു തമ്മിൽ അജഗജാന്തരം, കടലും കടലാടിയും പോലെ എന്തുമാത്രം വ്യത്യാസമുണ്ട്. ഈ നെഹ്റുവിനെ പോലെയോ ശാസ്ത്രിയെ പോലെയോ അല്ലെങ്കിൽ കാമരാജിനെ പോലെയോ ഒരൊറ്റ നേതാവ് ഇന്ന് ഇന്ത്യയിലുണ്ടോ? BJPയിലുണ്ടോ? കോൺഗ്രസിലുണ്ടോ? എങ്ങനെ വക്രബുദ്ധിയിൽ ആളാകാം, അധികാരം കയറാമെന്നല്ലാതെ. അവരുടെ ഏക ലക്ഷ്യം അധികാരത്തിൽ കയറുക, അതുകൊണ്ട് കൊള്ള ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചെയ്യുന്നതല്ല കൊള്ളയല്ല. ഞങ്ങൾക്ക് പണ്ട് വാജ്പേയിയുടെ കാലത്ത് ഒരു വകുപ്പുണ്ടായിരുന്നു. ഏതാണ്? സർക്കാർ സ്ഥാപനം വിറ്റ് തൊലയ്ക്കുന്ന വകുപ്പ്. ആ തൊലയ്ക്കുന്ന വകുപ്പിൽ അന്ന് മോഡിയല്ല, വാജ്പേയിയാണ്. വാജ്പേയി മിതവാദിയായിരുന്നു. എന്നാൽ 18ഓളം മോഡിയം ബെഡ് ഫാക്ടറി ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ബോംബെയിലൊക്കെ സ്ക്വയർ സെൻറ്റിമീറ്ററിന് ആയിരങ്ങൾ വിലയുള്ള സ്ഥലമാണ്. സ്ക്വയർ സെൻറ്റിമീറ്ററാണ്, ഇഞ്ചല്ല. സ്ക്വയർ മീറ്ററല്ല, സെൻറ്റുമല്ല, സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. അങ്ങ് 2 ഏക്കർ സ്ഥലമുണ്ട് ബോംബെയിലെ മോഡേൺ ബെഡ്. ആ 2 ഏക്കർ എത്രയോ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, സ്ക്വയർ ഇഞ്ച് ഉണ്ടാവും, സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ടാവും. അത് എത്ര കോടി രൂപയുണ്ട്? അതുപോലെ 18 കമ്പനി കൊടുത്ത് വെറും 15 കോടി രൂപക്ക്, 15 150 കോടി രൂപക്ക്. അത് മാസം അന്നത്തെ വിലക്കാരന് 10,000 കോടി രൂപയ്ക്കുണ്ട്. ഇപ്പോൾ 150 20 ഇരട്ടിയല്ലേ. അത് അവരുടെ വില. ബ്ലാക്കിലാണെങ്കിൽ അല്ലെങ്കിൽ പരസ്യം അവരുടെ അതിന് 3 ഇരട്ടി ഉണ്ടാവും. അപ്പോൾ 1:100 ആയിട്ട് കൊടുത്തത്. ബാക്കി പൈസ ആര് വാങ്ങിച്ചു? എടപ്പള്ളി മോഡേൺ ബെഡ് ഉണ്ടല്ലോ, എടപ്പള്ളി മോഡേൺ ബെഡ് ആർക്കത്? ഹിന്ദുസ്ഥാൻ ലിവർ ഫാക്ടറി. അത് ഇന്ത്യൻ കൊളാബറേഷൻ, അമേരിക്കൻ കൊളാബറേഷൻ കേട്ടവർക്ക് ഒരു കമ്പനിയാണ് എടുത്തത്. അത് എത്ര 1000 കോടിയുടെ അഴിമതി അതിലത്. അതിന് ശേഷം അതിന് മുൻപും ഇന്ന് നാളിതുവരെ എത്ര 1000 കോടി രൂപ ഇതിൻ്റെ സർക്കാരിൻ്റെ മുതൽ
പൊതു ഖജനാവിൽ കിട്ടേണ്ട പണം ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത് ഓരോ പാർട്ടിയും BJP മാത്രമല്ല പറഞ്ഞത്, BJP മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, ഓരോ പാർട്ടിയും അതറിയാലോ. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കൊടുത്തിട്ട് അത്രയും കണ്ണായ ആയിരക്കണക്കിന് കോടി വിലയുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ട് ഗവൺമെൻറ് കേരളക്ക് ഖജനാവിലേക്ക് 1000 രൂപ ഇതേ വരുന്നുണ്ടോ, ഇനി വരാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതെല്ലാം പബ്ലിക് കിട്ടേണ്ട പണമാണ്, പബ്ലിക്കിന് നന്മയ്ക്ക് ചെയ്യേണ്ട പണമാണ്. ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ പേരിൽ എന്താണ് പറഞ്ഞെന്നറിയോ? ടാറ്റയുടെ കയ്യിൽ നിന്ന് എയർ ഇന്ത്യ ടാറ്റയുടെ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പറഞ്ഞ് എടുത്ത് നെഹ്റു എടുത്ത് അത് ഹിന്ദുക്കളോട് കാണിച്ച തെറ്റാണ്, അല്ലെങ്കിൽ ടാറ്റയോട് കാണിച്ച അനീതിയാണ്, വഞ്ചനയാണ്, അത് തിരുത്തി അദ്ദേഹത്തെ തിരിച്ചു കൊടുത്തപ്പോൾ എന്നാണ് സംഘ് പരിവാർ പറയുന്നത്. അതാണോ ശരി? ദേശസ്ഥലം നടത്തി അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലേക്കാക്കി. അതൊരു ആയുധ കുറ്റാണോ, അല്ല വഞ്ചനയാണോ, തെറ്റാണോ, ഹിന്ദുക്കൾക്കെതിരെയാണോ? ഓരോ സത്യമായിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് ഈ ഇന്നത്തെ കഴിഞ്ഞ കേരള ഗവൺമെൻറ്റും ഇപ്പോഴത്തെ BJP ഗവൺമെൻറ് ചെയ്യുന്നത്. അവിടെയെല്ലാം വ്യക്തി താല്പര്യത്തിന് വേണ്ടി കോടികൾ ചെയ്യും. ഇപ്പോൾ എന്താണ് പിന്നെ CJP, ഇപ്പോൾ E20 എന്നൊരു പ്രസ്ഥാനം വരുന്നുണ്ട്. അത് വരുന്ന വെച്ചാൽ അത് BJP താഴെ ഇറക്കാൻ വേണ്ടിയാണ് ചിലർ പറയുന്നത്. അങ്ങനെയല്ല. പിന്നെ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് വരാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും അതൊരു പരിപാടികളാണ്, അതും സംഘടിത ശക്തിയായിട്ടൊക്കെ വരുന്നുണ്ട്. അവർ പക്ഷേ 2-3 പോയിന്റ് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ആസാദ് പറഞ്ഞത്, സംവരണം പാടില്ല, ജാതി പറയരുത് എന്നൊക്കെ മുദ്രാവാക്യമുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരിക്കാം? എനിക്കൊരു പ്രതിപക്ഷത്തേക്ക് കിട്ടാണ് കുറേ വോട്ടുകൾ മറിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഇതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയെല്ലാം മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം അവർ ആത്മഹത്യയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിലാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അതിലൊന്ന്, ഇന്നലെ ഫിലിപ്പൈൻസിൽ 8.2 റിക്ടർ സ്കെയിൽ 8.2 ഇതിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അത് നിങ്ങളും നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, കടലിൽ തിരയുണ്ടായാൽ അത് അവസാനിക്കുന്നത് കരയിലാണ്. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലും വേണ്ടില്ല, അത് കരയിൽ വന്ന് അവസാനിക്കും. ഇടയ്ക്ക് ബ്രേക്കൊന്നുമില്ല. അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 1969-70 കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ചുഴിയിലേക്കുണ്ടായി 100 അടി ഉയരമുള്ള തെങ്ങിൻ്റെ മുകളിലേക്ക് ശവം ഇരുന്നു. ഇത് കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശാന്തസമരത്തിൽ ഫ്രാൻസ് നടത്തിയ ഒരു അണുവിസ്ഫോടനത്തിൻ്റെ സൈഡ് എഫക്റ്റിൽ പാർശ്വഫലമാണെന്ന് അന്നത്തെ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിരുന്നു. കാരണം 10 ടൺ ഭാരമുള്ള അണുബോംബ് വിസ്ഫോടനം നടത്തി. അത് ഓരോ അണുബോംബ് നിങ്ങൾ കടലിൽ വിസ്ഫോടനം നടത്തുമ്പോഴും അല്ലെങ്കിൽ പരീക്ഷിക്കുമ്പോഴും അതിൻ്റെ ഊർജം അവസാനിക്കുന്ന കരയിലോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതലത്തിൽ നിന്ന് പിന്നെ ഭൂകമ്പം ഉണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2000 ടണ്ണിൻ്റെ ബോംബ് എന്നങ്ങനെ 2000 ടണ്ണിൻ്റെ ബോംബ് അമേരിക്ക ഇറാനിൽ ഇട്ടതാണ്. 2000 ടൺ ബോംബ് ഇടുന്നത്രയോ കിലോമീറ്റർ ഉയർത്തിന്നാണ്. നമുക്കറിയാം, 2 തീവണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊരു സ്പീഡ് തോന്നും. ഒരു 60 സ്പീഡ് 120 സ്പീഡില്ലേ, അത് എത്ര ഉയരത്തിൽ അവർ ശക്തി വിടും. അതിൻ്റെയൊക്കെ പരിണത ഫലമായിരിക്കാം ഇറാന് അണുപരീക്ഷണം നടത്തിയോ സംശയമുണ്ട്. അതിൻ്റെ അത് കുറച്ച് നാൾ മുമ്പ് ഭൂകമ്പമുണ്ടായി. അങ്ങനെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ സമതുലിതാവസ്ഥ, ഈക്വലൈസേഷൻ ഇല്ലാതെ കളഞ്ഞു ഈ നശിച്ച മനുഷ്യവർഗം തന്നെയാണ്. അതാണ് നിങ്ങളുടെ ഭാഗം മൊയ്തീൻ ഷെയ്ദ് പുസ്തകം ഉണ്ടല്ലോ, ഭൂമിയില്ലാത്ത പ്രപഞ്ചം, എർത്ത്ലെസ് യൂണിവേഴ്സ്. 10-25 വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞ ഭൂമിയുടെ അവസാനമായി എന്ന ഇത് തന്നെയാണ് ഇസ്ലാമിൽ പറയുന്നത്. ലോക അവസാനത്തിൻ്റെ ഇസ്ലാമിൽ പറയുന്ന ആ ലക്ഷണങ്ങളിൽ പലതും നടന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഒരു 3-4 ലക്ഷങ്ങൾ പറയാം, ബുദ്ധികൾ നിങ്ങൾ ചിന്തിക്കാം, ഖുർആൻ അല്ലെങ്കിൽ ഫോളോ ഞങ്ങൾക്ക്. ഒന്ന്,
പെട്ടെന്ന് കോടീശ്വരനാകാം. നിങ്ങൾ വിശ്വസിക്കും ഒരു ആളെങ്കിലും പെട്ടെന്ന് കോടീശ്വരനാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുക്കുക, ലോട്ടറി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ചെന്നൈ പോയി തിരിച്ചു വരുമ്പോഴേക്കും അവൻ കോടീശ്വരാവും. പിന്നെ ഭൂമിയെ മണവാട്ടിയാക്കും പറഞ്ഞാൽ അതായത് അത്ര കണ്ട് ആ സർവാഭരണ വിഭൂഷിയാക്കൂല്ലേ മണവാട്ടി. അതുപോലെ കെട്ടിടങ്ങൾ പൊതുക്കിയാണ് കുട്ടികൾ പണിത് പൊക്കുക, മനസ്സിലായില്ലേ? പിന്നെ സാംസ്കാരിക വശം വളരെ മോശമാകുക, സ്നേഹം മനുഷ്യ മനസ്സിൽ നിന്ന് പോവുക. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 50 വർഷം മുമ്പ് വരെയൊക്കെ ഒരു സ്ത്രീയുടെ മുൻപിൽ ഒരാൾ അതേ അസ്ഥാനത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ നാണക്കേടുണ്ട്. ആ സ്ത്രീക്കുണ്ട്, അവനുമുണ്ട്. അവിടെ ആരും ഗോപ്യമായിട്ട് അറിയാതെയാണ് കാര്യങ്ങൾ. ഇന്നിപ്പോൾ അതിൽ അങ്ങനെ നാണക്കേടില്ല. വ്യഭിചാരം വർദ്ധിച്ചു. വ്യഭിചാരം വർദ്ധിച്ചാൽ അവിടെ ഭൂകമ്പമല്ല, ഭൂമിയിൽ അപകടം ഉണ്ടാവുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് എന്താണ് വ്യഭിചാരം കുറിച്ചത് വർദ്ധിച്ചു മാത്രമല്ല ഗവൺമെൻറ്റും ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ. എന്ത് സംസ്കാരമാണ്? അനിയൻ്റെ ഭാര്യ നമുക്ക് സമ്മതാണി പോയി കൂടെ പോയി വിഭജിക്കാന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാണ്, എന്ത് സംസ്കാരമാണ് കൊടുത്തിരിക്കുന്നത്? അതായത് സുപ്രീം കോടതിയാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3-4 കുട്ടികളുടെ സ്ത്രീകളും പുരുഷന്മാരും അന്യ സ്ത്രീകൾക്ക് പോയി ചാവുകയാണ്. ഇത് 14 വയസ്സായിട്ട് പെൺകുട്ടി ഒരുത്തരുടെ കൂടെ പോയിട്ട് പൂനെയിൽ പിടിച്ചേക്കാണ്. പൂനെയിൽ കാമുകനെ കൂടെ പോകാൻ വേണ്ടി അമ്മയെ കൊല്ല, അച്ഛനെ കൊല്ല. അത് മനുഷ്യ മനസ്സ് എത്ര കണ്ട് അതമ്പതിച്ചു പോയി. അല്ല, ഖുർആൻ തന്നെ പറയുന്ന കാര്യമുണ്ട്, അല്ലയോ മനുഷ്യ, ഇപ്പോൾ വ്യഭിചരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലയോ മനുഷ്യ നിനക്ക് ഈ വഴിയിൽ നിന്ന് മാറി ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുന്ന കാലമില്ല, ചോദിക്കില്ല എന്ന് പറഞ്ഞ അവസാന കാലം. പണ്ടൊക്കെ ആ നാണക്കേടുണ്ട് എല്ലാവർക്കും. ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് കടന്നു പോകുള്ളൂ, ചോദിക്കില്ല. കണ്ടില്ലേ ഇന്നിപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലൊക്കെ കാണാമല്ലോ, പരസ്യമായിട്ടിരുന്നല്ലേ കുട ചൂടിയും മറ്റൊക്കെ ആയിട്ട് യാതൊരു ലജ്ജയില്ലാതെ. ഞാനിപ്പോഴും ആരും പുണ്യവാളി എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഒരു ലിമിറ്റൊക്കെ വേണ്ട. ഒരു ലിമിറ്റും ഇല്ല. അതൊക്കെ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടാണ്. അങ്ങ് ലോകാവസാന ലക്ഷണങ്ങൾ പലതും കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം, വേറൊന്നുമില്ല. അത് അതായത് ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി, ഭൂമി ജനവാസം ഉണ്ടായിട്ട് വർഷമായി. ഭൂമിയിൽ ഏറ്റവും വേഗതയിൽ വസ്തു മനുഷ്യ മനസ്സാണ്. ആ മനുഷ്യ മനസ്സ് മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് ഇതുവരെ ഇത്ര ആധുനിക സയൻറ്റിസ്റ്റുകൾ പോലും ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസ്ഥ അത്തരം മനുഷ്യ ശരീരത്തിലുണ്ട്, മനുഷ്യനിലുണ്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ റഡാർ എന്ന് പറഞ്ഞത്, ദൈവത്തിന് അവൻ്റെ സ്വഭാവം അറിയാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ റഡാറാണ് മനുഷ്യ മനസ്സ്. അത് എവിടെയാണ് ഇതുവരും കണ്ടുപിടിച്ചിട്ടില്ല. ഹൃദയമല്ല മനസ്സ്, ഹൃദയം ഹാർട്ട് എന്നാണ്, മനസ്സ് മൈൻഡാണ്. അങ്ങനെയുള്ള അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ വസ്തു മനുഷ്യ മനസ്സാന്ന് പറയുന്നത്. പക്ഷെ അതിൽ ലിമിറ്റില്ല. ഞാൻ ഇവിടെ സംസാരിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ സംസാരിക്കാം, ഡൽഹി സംസാരിക്കാം, ചന്ദ്രനിലൊക്കെ പോകാം. അപ്പോൾ ലിമിറ്റില്ല, ഏകകമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വേഗതയിൽ വസ്തു പ്രകാശമാണ്. പക്ഷെ പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അഥവാ 1,76,000 മൈൽസ്. പക്ഷെ അതേക്കാൾ വേഗത്തിൽ വസ്തു ടാക്യോ എന്ന് പറഞ്ഞ ആൾ ആലപ്പുഴക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതത്ര പ്രചാരത്തിലായി. കാരണം ഇന്ത്യക്കാരായതും മലയാളി ആയതുകൊണ്ടും പ്രചാരം കിട്ടില്ല. യൂറോപ്പിൽ പറഞ്ഞാലേ പ്രചാരം കിട്ടുള്ളൂ. അപ്പം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശരശ്മി ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി തോന്നുന്നു. അപ്പോൾ കോടാനുകോടി വർഷം ഈ കോടാനുകോടി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടും അന്ന് പുറപ്പെട്ട ഒരു പ്രകാശരശ്മി ഇതുവരെ ഭൂമിയിൽ എത്തിയിട്ടില്ലെന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നതായിട്ട് റഷ്യയിലെ അമേരിക്കയിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അത്രയും മഹത്വം ബൃഹത്വമായ ഈ യുഗത്തിൽ, ഈ ലോകത്ത് കേവലം 50 വയസ്സ് മാത്രം ആയുസ്സുള്ള നമ്മൾ, അതായത് 3 തെങ്ങും തൈ വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 20 വയസ്സൊരു കുട്ടിയായി പോകും. ബാക്കി 30 കൊല്ലം ഒരു തെങ്ങും തൈ വെച്ച് ശരിക്കും കാലം കെട്ടി 10 വർഷം. അപ്പോൾ 3 തെങ്ങും തൈ വയ്ക്കാനുള്ള പ്രായമുള്ളൂ. അപ്പം നമ്മുടെ അഹങ്കാരത്തിന് അർഹതയില്ല എന്ന് നമ്മൾ ചിന്തിക്കട്ടെ. ഇല്ലല്ലോ. എന്നാലും അവൻ്റെ അഹങ്കാരം എന്താണ്? അങ്ങനെയുള്ള മനുഷ്യന് എന്തൊരു അഹങ്കാരമാണ്. തന്നെയുമല്ല,
1969 1950 കാലഘട്ടത്തിൽ ചങ്ങമ്പുഴ പറഞ്ഞ ഇതുണ്ട്, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്നമാർക്കും അതിൻ്റെ എങ്ങാനും കോടിൽ നിന്ന് നോക്കുന്ന മത്തിൻ കഥ എന്ത് കണ്ടതും. അത് ഞാൻ വ്യാഖ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് 50 ഘട്ടം കഴിഞ്ഞ് പിന്നെ 70 ഘട്ടം, 20 വർഷം, 19 വർഷം, 69 നീൽ ആംസ്ട്രോങ് ചൈന ചന്ദ്രനിൽ പോയി ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ. ചന്ദ്രനിൽ ഇപ്പോൾ അല്ല പോയി ഇറങ്ങിയത് എന്നാണ് വേറൊരു റിപ്പോർട്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പിന്നെ കലാകാരന്മാർ പറഞ്ഞു, ഇത് അനന്തമല്ല അജ്ഞാതമല്ല, നമ്മുടെ കയ്യിൽ ഒതുക്കുന്ന. ചങ്ങമ്പുഴ പറഞ്ഞ് തെറ്റാന്ന് വരും. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും 90 അമേരിക്കയ്ക്ക് വോയേജർ എന്ന ഒരു ഉപഗ്രഹം അവിടുന്ന് ചൊവ്വയിൽ നിന്ന് റേഡിയോ സന്ദേശം ഭൂമിയിൽ അയച്ചപ്പോൾ അത് ഭൂമിയിലെത്താൻ 4 മണിക്കൂർ എടുത്തു. നിങ്ങളറിയുന്ന റേഡിയോ സന്ദേശ സ്പീഡ്, വോയിസ് ഓഫ് അമേരിക്ക, റേഡിയോ മോസ്കോ, ഇതൊക്കെ ഉണ്ട് 50,000 കിലോമീറ്റർ അകലെയാണ് ഏതാണ്ട് ഇന്ത്യയുടെ അവർ. ഈ 50,000 കിലോമീറ്റർ ദൂരത്തിലെത്താൻ അതേ സമയത്തിന് കിട്ടൂടെ, അത്ര സ്പീഡാണ് റേഡിയോ സന്ദേശമായിരുന്നു. അങ്ങനെയുള്ള സാധനം 4 മണിക്കൂർ എടുത്തെങ്കിൽ എത്ര അകലത്തിലാണ്. അപ്പോൾ 50 ചങ്ങമ്പുഴ പറഞ്ഞ അതേ കാര്യം ശരിയാണെന്ന് വീണ്ടും ജനങ്ങൾ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് എഴുത്തുകാർ ശാസ്ത്രിമാർ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത്രയും മഹത്വം ബൃഹത്വമായി ബ്രഹ്മാണ്ഡ കടാഹത്തിൽ 50 വയസ്സ് ശരാശരി ആയുസ്സുള്ള ഞാനും നിങ്ങളും ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിക്കുക. അത് അഹങ്കാരം മാറ്റിവയ്ക്കുക. പിന്നെന്ത് മാറ്റി വയ്ക്കാം? വിനയം കാണിക്കുക. അത് പ്രകൃതിയിലേക്ക് മടങ്ങും. ഒരു മാവിൻ്റെ കൊമ്പിൽ മാങ്ങ കൂടിയാൽ ആ കൊമ്പ് താഴുകയാണ്, അല്ല ഉയരല്ല. അതിനർത്ഥം അറിവും വിവേകവും വിവരവും ബുദ്ധിയും സമ്പത്തും സൗന്ദര്യമൊക്കെ കൂടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വിനയാന്വിതനാകുക എന്നുള്ളതാണ് മാന്യത. ഇവിടെ അല്ലേ പണവും പ്രതാപവും അധികാരം വന്നാൽ പിന്നെ അവനും ഇല്ലാത്ത ഒരു കുഴപ്പമില്ല. ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും നീചമായ പ്രവൃത്തി പിണറായി വിജയൻ പറയാതിരിക്കാൻ വയ്യ. 10 വർഷം ജനങ്ങൾ അധികാരം കിട്ടിച്ച് എന്താണ് കാട്ടിക്കൂട്ടിയത്? ആ പാർട്ടിയെ നശിപ്പിച്ചു, കുടുംബത്തെ നശിപ്പിച്ചു. എന്തെല്ലാം ആരോടെ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ കോൺഗ്രസ്സുകാരനെ BJP-കാരല്ല പറയുന്നത്. ലോകത്ത് മാതൃകയാകേണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസ്റ്റിൻ്റെ പേരെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്, പിണറായി സഖാവിനെ കുറിച്ച്. എന്തൊരു വിരോധാഭാസം, എന്തൊരു മോശമാണ്. അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞാണ്, വീണ്ടും പറയുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും മറ്റേത് പാർട്ടിയാണെങ്കിലും അവരൊന്നും സംസ്കാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ അറിവ് വർദ്ധിക്കുമ്പോൾ വിനയം കാണിക്കുന്ന ആ രീതിയൊന്നും കാണിക്കുന്നില്ല. സൂഹിക്കണം, ആസ്വദിക്കണം. അത് അമ്മയായാലും കൊള്ള, പെങ്ങളായാലും കൊള്ള, ഭാര്യയായാലും കൊള്ള, ആരും കൊള്ള, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറാണ് മനുഷ്യൻ. ഗ്ലോബലൈസേഷൻ വന്നല്ലേ, ആഗോളവൽക്കരണം വന്നിട്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഈ ആഗോളവൽക്കരണ ശേഷം ഇന്ത്യയിൽ ഇത്രയും ഇതൊന്ന്. പക്ഷേ അത് ചില ഗുണമുണ്ട്, ഗുണമില്ല ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഫോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 വർഷം പിടിക്കും. അതെനിക്ക് ഫോൺ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇച്ചിരി ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ആൾ പറയുമോ, ഞങ്ങൾ അമേരിക്കയിൽ ടെലിഫോൺ അപേക്ഷ കൊടുത്താൽ ഞങ്ങളുടെ കൂടെ തന്നെ ആൾ വരും സാധനമായിട്ട് കണക്ഷൻ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇതെന്തൊരു മാറ്റാണ്, ഇവിടെ 8 വർഷം പിടിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അപേക്ഷകൾ കൊടുക്കേണ്ടതേ. നിങ്ങൾ ഫോൺ പിടിച്ചു പറഞ്ഞാൽ മതി, ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ വരും. അപേക്ഷ പിന്നീടാണ്. അവർ ബജാജ് സ്കൂട്ടർ ബുക്ക് ചെയ്താൽ 7 വർഷം 8 വർഷം പിടിക്കും. വിലയേക്കാൾ കൂടുതൽ മാർജിൻ. മാരുതി കാർ വന്നപ്പോൾ 48,000 രൂപ വില, അത് 50,000 മാർജിൻ. അത് പോയിട്ട് ഇപ്പോൾ കാശ് 10,000 രൂപ ഒരു 2 ചെക്കൗട്ട്, ഈ വണ്ടി അപ്പം തന്നെ കൊണ്ടുവരാം, റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ മാറ്റങ്ങളുണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ ആ മാറ്റങ്ങളുടെ കൂടെ ദൂഷ്യം ഉണ്ടായിട്ടുള്ളതാണ്. നല്ലത് മാത്രം ഒരു കാര്യം ലോകത്തില്ല. എല്ലാ കാര്യവും അതിൻ്റെ പോരായി കണ്ട് ഗുണമുണ്ട്. പക്ഷെ കൂടുതൽ ഗുണമുള്ളതിന് സ്വീകരിച്ചിട്ട് കൂടുതൽ കുറവുള്ളതിന് തള്ളിക്കള. അതാണ് ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ ആർ ടു ലെഗ്സ് ഉണ്ട്. ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ ആർ ടു ഓടി. തള്ളിക്കള്ളി സ്വീകരിക്കലാണ് ലോകത്തെ മാതൃക. അപ്പോൾ കൂടുതൽ തെറ്റുള്ളത് നമ്മൾ കളഞ്ഞിട്ട് കൂടുതൽ ഗുണങ്ങൾ എടുക്കും. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം 50 വയസ്സ് മാത്രം ആയുസ്സുള്ള നാം വിഡ്ഢികളെ, ഞാനിപ്പോൾ അങ്ങ് ചിന്തിച്ച ഞാനിപ്പോൾ വിഡ്ഢികളെ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എന്താണ് നിങ്ങളുടെ കഴിവ് മനസ്സിലായിട്ടോ? ഇപ്പം ഇങ്ങനെ സരസമായി സംസാരിക്കുന്ന മൊയ്തീൻ ഷാ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു ചെലി തലർക്ക് വന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ വൈഫ് എൻ്റെ മോളെ വന്ന് പിന്നെ താങ്ങണ്ടേ, അല്ലെങ്കിൽ മോനെ വന്ന് താങ്ങണ്ടേ?
എൻ്റെ കഴിവ് തീർന്നില്ലേ? അപ്പോൾ എൻ്റെ കഴിവാണ്, ഞാൻ എല്ലാത്തിനും മതിയെന്ന ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കാര്യം കൂടെ അവൻ വിഡ്ഢിയാണ്. നമ്മളെല്ലാം തികഞ്ഞവനാണോ ചിന്തയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിഡ്ഢി. ഞാൻ എല്ലാം അറിയുന്നവനെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. അപ്പം ഇങ്ങനെയൊക്കെ ആവശ്യമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് കേരള ഗവൺമെൻറ്, സതീശൻ ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് ഒന്നും ഒരു തൃപ്തികരമായ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു രീതിയോ ഒരു ഭരണപരിഷ്കാരമൊന്നും കാണുന്നില്ല. വെറും അന്ധമായ രീതി, വെറും തെറ്റായ രീതിയിൽ. ഏറ്റവും വലിയ ഉദാഹരണം സതീശൻജി 10 വർഷം പിണറായി ഭരിച്ച് നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സതീഷിനെ ആൾക്കാരെ ഏൽപ്പിച്ച് ആ സതീശനും സതീഷിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രി എന്ത് വിഡ്ഢിത്തരം കാണിച്ചത്. സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തു. ഇപ്പം എന്നിട്ട് 100 ചില്ലാം വണ്ടികൾ ടയറില്ലാതെ ഇന്ധനം അടിക്കാൻ പറ്റാതെ വർക്ക്ഷോപ്പിൽ കിടക്കാണ്, അല്ലെങ്കിൽ ഗ്യാരേജിൽ കിടക്കാണ്. ട്രാൻസ്പോർട്ട് വ്യവസായം നിന്നുപോയി. എന്തോടോ സതീഷ, നിങ്ങൾക്ക് ഇനി എന്നാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? വലിയ ലോകപരിചയമാണ് നമ്മുടെ CP ജോണൊക്കെ. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് ബസ്സിൽ കയറ്റുന്നത്? എന്ത് അടിസ്ഥാനം? എന്താണ് അതിൻ്റെ ബേസിക്? എന്താണ് നേട്ടം? അതുകൊണ്ട് KSRTC നിന്നുപോയില്ലേ? അങ്ങനെ സതീഷിൻ്റെയൊക്കെ ഓരോ പരിഷ്കാരങ്ങളും യാതൊരു തത്വദീക്ഷയില്ലാതെയാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ പാരിത്കാവ് ദളിത് കുടുംബങ്ങൾക്ക് 7 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സ്ഥലം അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതുപോലെ 20 കോടി രൂപയുടെ സ്ഥലമാണ് വിട്ടുകൊടുത്തത് തന്നെ മുതലാളിക്ക്, ജന്മിയാണല്ലോ അവിടെ മുതലാളി ജന്മിക്ക്. അതിൽ നിന്ന് 1 കോടി എടുത്തവർ വീട് വെച്ചു കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ എന്ത് ചെയ്ത് സർക്കാർ ഖജനാവിൽ നിൽക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയാണ് അങ്ങനെ കൊടുക്കാതെ പണവും ഇല്ല, നിങ്ങൾ കണക്ക് സൂക്ഷിക്കണം. ധനകാര്യമന്ത്രി ആരാണ്? ധനകാര്യമന്ത്രി സതീഷൻജി അല്ലേ? സതീഷ് പറഞ്ഞോ നിങ്ങൾ കണക്ക് സൂക്ഷിക്കണം, ചെലവ് ചെയ്യാൻ സൂക്ഷിക്കണം. എന്തിനാടോ നിങ്ങൾക്ക് അധികാരത്തിൽ കയറി ഇത്രയും നാണം കെട്ട് കഴിവുകേട് കാണിക്കുന്നത്? തീരെ കഴിവുകേട് കാണിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ കാണിച്ചത്. ആ പ്രതീക്ഷയ്ക്കൊന്നും ഘടകവിരുദ്ധമായിട്ടാണ് ജനങ്ങളോട് കാണിക്കുന്ന ദ്രോഹവും. അത് സംഘപരിവാറിന് ചെയ്ത ആനുകൂല്യങ്ങൾ അത് മാത്രമല്ല, ഓരോ പരിഷ്കാരങ്ങളും ഇതൊക്കെ തുറന്ന് പറയും. ഇപ്പോഴും എന്തെങ്കിലും അന്തസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? പറയൂ ആരെങ്കിലും. ഇല്ല, കിട്ടിയ ആനുകൂല്യം പറ്റി കിട്ടിയ സമയം കൊണ്ട് എന്തെങ്കിലും 10 ദിവസം ഉണ്ടാക്കുന്ന നോക്കല്ല, നാട് ഉണ്ടാക്കുന്ന നോക്കല്ല. അതുപോലെ തുറന്ന് പറയാനും പറ്റില്ല. ആ ദൈവമാണ്, മുഖ്യമന്ത്രി ദൈവമാണ്. മുഖ്യമന്ത്രി വാലായിട്ട് എന്തെങ്കിലും ആനവും പറ്റി കോർപ്പറേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് സമ്പാദിച്ച് മുന്നോട്ട് പോവാം. അല്ലാത്തവരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ UDFിലെ അനുഭാവിയാണ്. UDF ഘടകകക്ഷിയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് സതീഷിനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞങ്ങൾ നിരാകരിക്കുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല. എല്ലാം അട്ടർലി ഫെയിലിയറായി. 2 മാസം പോരത്തിൽ അപ്പോൾ ഫെയിലിയറായി. അപ്പം ഇന്നലെ ഒരു കാര്യം പറഞ്ഞല്ലോ, TG മോഹൻദാസിന് എതിരെ മോഹൻദാസ് ഇത്രയും വൃത്തിയോട് വന്നിട്ട് അയാൾക്ക് കേസിലൊക്കെ എത്ര ദിവസം പിടിച്ചു. അവന് എതിരെ പ്രവർത്തിച്ച DYFI ഒക്കെ 3 മണിക്കൂറിനുള്ളിൽ കേസെടുത്ത് പറഞ്ഞിട്ട് ആരോട് അങ്ങനെ ഓരോ ആരോട് സംഘപരിവാർ അനുകൂലമായിട്ട് രീതിയിലാണ് ഇന്നത്തെ UDF ഗവൺമെൻറ് കാണിക്കുന്നത്. അതിൽ കുഞ്ഞാക്കായൊക്കെ കുഞ്ഞാക്കായൊക്കെ തകർത്ത് കളഞ്ഞില്ലേ? മണ്ടത്തിൽ കാണിച്ചില്ലേ? കോളാമ്പി തൂക്കിയ ഓട് പോലെ ആക്കി കുഞ്ഞാക്കാനൊക്കെ. സതീഷിൻ്റെ പ്രവൃത്തി നോക്കുക. അതായത് അൻവറിനെ തകർത്ത് കളഞ്ഞില്ലേ? അതിന് സതീഷിൻ്റെ കയ്യല്ലേ? അൻവർ കാണിച്ച് ചിലപ്പോൾ തെറ്റാണ്, ഇല്ലെന്ന് പറയില്ല. ഒന്നുകൊണ്ട് വലിയ മഠത്തിൽ കാണിച്ച്. പക്ഷെ എങ്കിലും സംഘപരിവാറിനെതിരെ, പിണറായിക്കെതിരെ, ഇവിടുത്തെ പോലീസ് മേധാവികൾക്കെതിരെ വന്ന് UDFിന് വേണ്ടി സ്ഥാനം പോലും രാജിവെച്ച് വന്നിട്ട് അൻവറിനെ ഇപ്പം പറയുന്നറിയോ, അൻവറിനെ തോൽപ്പിക്കാൻ വേണ്ടി UDFിന് ചില കരുക്കൾ നീക്കിയതാണ്. ബേപ്പൂര് LDF ജയിപ്പിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യും. മടക്കുന്നുണ്ടാക്കുക. UDF അത്ര മോശമൊന്നുമല്ല. തകർക്കാനും തോൽപ്പിക്കാനും കാലുവാരാനും ഇത്രയും കഴിവും ഉള്ള പാർട്ടി വേറെ ഇല്ല കോൺഗ്രസിനെ പോലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര ഒന്നുമില്ല. ഇപ്പോൾ പിണറായി വിജയൻ വന്ന ശേഷം ആയിട്ടുണ്ട്, അവരുടെ പാർട്ടി തന്നെ പലരും തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ, അതായത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഒരു പ്രാസംഗികൻ പറഞ്ഞു, ഈ എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പുന്നവരെയും തുപ്പാൻ വേണ്ടി എഴുന്നേൽക്കുകയും എനിക്കറിയാം. അവിടെ നിങ്ങൾ ആരും എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പത് ഇട്ടെന്ന് പറയും. ഈ സദസ്സിൽ വെച്ച് ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഓഹോന്ന് കാണിച്ചിട്ട് എനിക്ക് വലിയ തുപ്പിൽ വന്നിട്ട് സ്ഥലത്ത് പോടാൻ വേണ്ടിയാണ്.
തുപ്പാൻ വേണ്ടിയല്ലോ അവൻ വായി പൊത്തിപ്പിടിച്ച് പതുക്കെ പോയി തുപ്പി തിരിച്ചു വരും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.